എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 9 കിലോമീറ്റർ മാറിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് വന്നിട്ടുണ്ട്. 3 സെൻറ്റിൽ 1570 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 68 ലക്ഷം രൂപയാണ് ഓണർ ആസ്കിൻ ചെയ്യുന്ന പ്രൈസ്. ഇതിന് തീർച്ചയായും വില നെഗോഷ്യബിളാണ്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ CNC കട്ടിങ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം ബ്ലാക്ക് കളറിൽ, മാറ്റ് ബ്ലാക്ക് കളറിൽ അത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഗേറ്റിലേക്ക് തന്നെയാണെങ്കിൽ ഇതിന് ചേർന്ന് തന്നെ CNC കട്ടിങ് ചെയ്തിരിക്കുന്ന ഗേറ്റും വുഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതായിട്ട് അതുമായിട്ടൊരു മാച്ച് ചെയ്തിരിക്കുന്ന ഗേറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഫോൾഡ് ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും സാധിക്കുന്ന ഗേറ്റുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വന്നത്. അത്യാവശ്യം വലിയൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ്, മാറ്റ് കളറിലെ ഇൻ്റർലോക്ക് കട്ടകളാണ് ഇതിന് വിരിച്ചിരിക്കുന്നത്, മുറ്റത്തിനായിട്ട് വിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നമുക്ക് ഈ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം നൈറ്റിലാണ്. നല്ല വെളിച്ചമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൺസൈഡിലും ജംഗ്ഷൻ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബാം കളറിൽ. അത് രാത്രി നല്ല അതിമനോഹരമായിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ പില്ലറിലേക്ക് നോക്കുകയാണെങ്കിൽ ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടെസ്റ്റർ വർക്കുകളാണ്. ആ ലൈറ്റൊക്കെ ഇതിൽ വരുമ്പോൾ ചെറുതായിട്ടൊരു തിളക്കമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്. ഇനി നമുക്കിതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഗ്രാനൈറ്റാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഡോറിന്ന് കാണാം, ആനിലി, മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഇതിന് ഡോറുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഡോറിനും കട്ടിലുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ കടന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വലിയൊരു TV യൂണിറ്റ് ഏരിയ കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന ഡിസൈനുകളുടെ വ്യത്യസ്തമായിട്ടാണ് ഈ TV യൂണിറ്റ് ഏരിയ നൽകിയിരിക്കുന്നത്. ബ്ലാക്കിലും വുഡൻ ടെസ്റ്ററിലുമായിട്ട് ഇതിൻ്റെ TV യൂണിറ്റ് ഏരിയ ഒരു നല്ല ഭംഗിയിലായിട്ട് തന്നെ നിൽക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ DB ബോട്ട്സ് ഇതിൽ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാത്ത രീതിയിൽ DB ബോട്ട്സ് ആ TV യൂണിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ജനൽ കേട്ടോ. അപ്പോൾ നോക്കിയാണെങ്കിൽ ഒരാളുടെ പൊക്കത്തിൽ അത്രത്തോളം വലിയ ഒരു ജനലായിട്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം തുറന്ന് കിടക്കുന്നതാണ്. നമുക്ക് ഒരിക്കലും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂം ആണെങ്കിലും ഈ ജനലിൻ്റെ സൈസ് വലുതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വലിപ്പം അത് തോന്നിക്കുന്നുണ്ട്. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ സീലിങ്ങിലാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റാൻഡേർഡായിട്ട് ഭയങ്കര ഒതുക്കമുള്ളൊരു സീലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതിൽ അത്യാവശ്യം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്, പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്, വാം കളറിലെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്രോസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം ഒരു 6ഓളം ചെയർസ് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് റൂമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ഡോർ കം വിൻഡോ നൽകിയിട്ടുണ്ട്. അതായത് നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. നമുക്കിവിടെ എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് നമുക്ക് ഒരു ഒരു പച്ചപ്പ്, അകത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പച്ചപ്പ് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഈ കോർട്ട്യാർഡിനോട് ചേർന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഹൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 3 സെൻറ്റിൽ വീടാണ്. 3 സെൻറ്റിൽ നിർമ്മിക്കുന്ന വീടുകൾക്കൊന്നും സാധാരണ ഡബിൾ ഹൈറ്റ് കാണാറില്ല. ഉള്ള സ്ഥല പരിമിതികൾ ഉപയോഗിച്ചിട്ട് അവിടെ ചെറിയൊരു ഡബിൾ ഹൈറ്റ് നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബിൽഡർ. അത് മാത്രമല്ല ഈ ഡബിൾ ഹൈറ്റിന് താഴെയാണ് ഈ വാഷ് കൗണ്ടർ വന്നത്. അത് നല്ല ഒരുപാട് അലങ്കരിക്കാത്ത അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഡിസൈനും സെറയുടെ ഒരു വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ആ ഡബിൾ ഹൈറ്റിന് താഴെയാണ് ഈ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടർ വെക്കാനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് കവേർഡായിട്ട് മൾട്ടിവുഡ് വെച്ച് കവേർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോറായിട്ട് തുറക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വീട് 3 ബെഡ്റൂമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ലിവിംഗ് റൂമിലേക്ക് ഇടതുവശത്തായിട്ടാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കാണാം. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കാണാം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ വശത്തായിട്ട് ഒരു 3 പാളിയുടെ വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. സീലിംഗിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഇവിടെയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലിവിംഗ് റൂമിൽ കണ്ട പോലെ വലിയൊരു ജനാല തന്നെ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ കാർ പോർച്ചിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതായത്
വലിയൊരു ജനാല, ഒരാളുടെ പൊക്കത്തിൽ തന്നെയാണ് ഈ ജനാലയും വന്നിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഒരു വശത്തായിട്ട് ഒതുക്കിയാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. GI പൈപ്പിലും വുഡിലുമാണ് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്, ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഒരു സൈഡിലെ ഭിത്തി മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ടെസ്റ്ററുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ കയറി നമ്മൾ ആദ്യം വരുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് റൂമിലേക്കാണ്, അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അവിടെ പക്ഷേ നമ്മൾ കയറി വരുമ്പോൾ ഈ വലതുവശത്തായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡബിൾ ഹൈറ്റ് വരുന്നത്. അതിനോട് ഒതുക്കി തന്നെയായിട്ട് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് ഡോർ വന്നിട്ടുണ്ട്. നമുക്ക് അത് തുറന്ന് ഈ വീടിൻ്റെ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറാണിത്. അവിടെ ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ സീലിംഗ് വർക്ക് നല്ല ഭംഗിയുള്ള ഒതുക്കമുള്ള ഒരു ചെറിയൊരു സീലിംഗ് വർക്കും ഇതിന് നൽകിയിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഒരു പാസേജാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമുകളാണ് എൻ്റെ ഈ 2 വശത്തുള്ളത്. അതിലേക്ക് പോകുന്ന ഒരു പാസേജാണ് നൽകിയിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം സീലിങ്ങിൽ. നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത്, ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് 3 ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഭാഗത്തായിട്ട് ഒരു 3 പാളി വാൾഡ്രോബ് വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഇനി ഈ ഭാഗത്തായിട്ട് ബെഡ്റൂമിൽ നിന്ന് തന്നെ നമ്മളൊരു ഡോർ കാണുന്നുണ്ട്. ഞാൻ ഊഹിക്കുന്നത് ഇതൊരു ബാൽക്കണി ആവാനാണ് സാധ്യത. നമുക്ക് തുറന്നു നോക്കാം. അതെ, ഇതൊരു ബാൽക്കണി തന്നെയാണ്. ഇതിൻ്റെ സീലിംഗ് അതിമനോഹരമായിട്ട് WPC ലൂവേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ സിലിണ്ടർ ലൈറ്റും സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ നേരത്തെ സ്റ്റെപ്പിന് കണ്ട ഹാൻഡിലുണ്ട്, സ്റ്റെയർ കേസിന് കണ്ട ഹാൻഡിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് കേട്ടോ ഇത്. ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെയും വലിയ ജനലുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ അവസാനത്തെ 3ാമത്തെയുമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊന്ന് കടന്നു വരാം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. താഴത്ത് നമ്മൾ കണ്ട മാസ്റ്റർ ബെഡിൻ്റെ അതേ സൈസിലാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു 3 പാളി വാൾഡ്രോബ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. സീലിംഗ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെ ഇതിൽ ഉണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള ഒതുക്കമുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫൈബർ ഡോർസാണ് എല്ലാ ബാത്റൂമിലും നൽകിയിരിക്കുന്നത്. വീട് നിങ്ങൾ പൂർണ്ണമായും കണ്ടല്ലോ. നിങ്ങളുടെ ഈ വീട് കണ്ടിട്ടുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഈ വീടിൻ്റെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ 3 സെൻറ്റിൽ 1570 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 9 കിലോമീറ്റർ ദൂരം, ആലുവ ടൗണിൽ നിന്ന് വെറും 7 കിലോമീറ്ററും, രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഈ വീട് നിങ്ങൾക്ക് കാണുവാനും ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഞങ്ങളെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ വീടിന് തീർച്ചയായും 80% ബാങ്ക് ലോൺ ലഭിക്കുന്നതാണ്. ബാങ്ക് ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കും ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലും വീടുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.